നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും വലിയ രൂപത്തിൽ പ്രചരിക്കുന്ന വാർത്തയാണ് ദിലീപിനെ പറ്റിയും മഞ്ജു വാര്യരെ പറ്റിയും. സമൂഹ മാധ്യമങ്ങളിൽ ദിലീപിനെ പറ്റിയായാലും മഞ്ജു വാര്യരെ പറ്റിയായാലും പ്രചരിക്കുന്ന വാർത്തകൾക്കെല്ലാം തന്നെ കേൾക്കാൻ വേണ്ടി ആരാധകരും കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മഞ്ജു വാര്യരും ദിലീപും ഒന്നിച്ച് ഒരു ചടങ്ങിലെത്തി കണ്ടുമുട്ടിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെ വലിയ രൂപത്തിൽ തന്നെ പ്രചരിക്കുകയുണ്ടായി. ദിലീപിനെ കണ്ട മഞ്ജു വാര്യർ എഴുന്നേറ്റ് നിൽക്കുകയും പിന്നീട് പോയി ഇരുവരും കൈകോർത്ത് സംസാരിക്കുകയും ചെയ്തതായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും വലിയ സംസാര വിഷയം ഉണ്ടാക്കാനുള്ള കാരണം. വിവാഹത്തിന് ശേഷം വലിയൊരു വീട്ടമ്മയുടെ റോളിലേക്ക് മഞ്ജു വാര്യർ ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. അഭിനയ മേഖലയിൽ നിന്നെല്ലാം തന്നെ വിട്ടുനിന്ന മഞ്ജു വാര്യർ പിന്നീട് ഒരു വീട്ടമ്മ എന്ന കഥാപാത്രത്തിലേക്ക് മാറിപ്പോവുകയായിരുന്നു. എന്നാൽ ദിലീപുമായുള്ള വിവാഹമോചനത്തിന് ശേഷം വീണ്ടും സിനിമയിലേക്ക് ഒരു ഗംഭീര തിരിച്ചുവരവ് മഞ്ജു വാര്യർ നടത്തിയിട്ടുണ്ടായിരുന്നു. മറ്റേത് നടിമാർക്കും കൊടുക്കാത്ത തരത്തിലുള്ള സ്വീകരണം തന്നെയാണ് മഞ്ജു വാര്യർക്ക് അന്ന് മലയാളികൾ കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവി മഞ്ജു വാര്യർ ഇന്നും കാത്തു സൂക്ഷിക്കുന്നത്. എന്നാൽ അതിനുശേഷം ദിലീപോ മഞ്ജു വാര്യരോ ഒരു പൊതുവേദിയിൽ ഒരുമിച്ച് ഇന്നേ വരെ എത്തിയിട്ടില്ല എന്നത് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം മാജിക് ഫ്രെയിംസിന്റെ ഒരു തിയേറ്റർ ചടങ്ങിൽ വെച്ച് ഇരുവരും ഒന്നിച്ചെത്തുക മാത്രമല്ല, എല്ലാവരുടെയും മനസ്സിൽ ഇരുവരും തമ്മിലുള്ള വൈരാഗ്യവും ദേഷ്യവുമാണെന്നാണ് കരുതുന്നത്. എന്നാൽ ഇരുവരും കാണുന്ന സമയത്ത് കണ്ട് കൈകൊടുത്ത് സംസാരിക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെയാണ് പ്രചരിച്ചത്. എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് ആത്മാർത്ഥതയോടെ കണ്ടൊരു വീഡിയോ ആണ്. അതിന് താഴെ പലരും കമന്റ് ചെയ്യുന്നത് കണ്ടു. എത്ര പ്രാവശ്യം ഈ വീഡിയോ കണ്ടു എന്ന് എനിക്ക് പോലും അറിയില്ല. അത്രത്തോളം മനസ്സിന് സംതൃപ്തിയും അത്രത്തോളം ഇഷ്ടപ്പെട്ടൊരു വീഡിയോയാണ് ഇന്ന് കണ്ടത്. മഞ്ജു വാര്യരെയും ദിലീപിനെയും വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒന്നിച്ച് ഒരേ ഫ്രെയിമിൽ കാണാൻ സാധിക്കുന്നത്. ഇരുവരും പൊതുവേദിയിൽ ഒന്നിച്ച് ഇരുന്നില്ല എന്നിരുന്നാൽ കൂടിയും ഒരേ വരിയിൽ ഒരേ നിരയിലാണ് ഇരുവരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവരും എഴുന്നേറ്റ് നിന്ന് ഇരുവരെയും പരസ്പരം ബഹുമാനത്തോടു കൂടി തന്നെ കൈകോർത്ത് തന്നെയായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഈ ദൃശ്യങ്ങൾ മലയാളിയുടെ മനസ്സിൽ വലിയൊരു സന്തോഷം തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത്. പലരും മഞ്ജു വാര്യരും ദിലീപും പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോഴും അടിയുണ്ടാക്കുമ്പോഴും ഇരുവരും സന്തോഷത്തോടെ അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് മഞ്ജു വാര്യരെയാണോ ദിലീപിനെയാണോ കൂടുതൽ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.